കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the name of the Lord. രക്ഷാമാർഗം മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ ദൈവവചനമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന ഈ വിശേഷപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I praise God for this special occasion where I'm able to preach the word of God on behalf of the Rakshamarga Ministries. ജന്മം കൊണ്ട് ഇവിടെ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല എങ്കിലും ഇന്നേ ദിവസം ഇവിടെ നിങ്ങളുടെ മധ്യേ ദൈവവചനമായി നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. By birth, even though I'm not worthy to stand before you with the word of God, but I thank God who made worthy. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ, യുവജനങ്ങളെ, കർത്തൃദാസന്മാരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ക്രിസ്തീയ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. I extend my Christian greetings to all the pastors, all the believers, young and old. ഈ മീറ്റിംഗിനായി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു തോമസിനെ, തന്റെ സഹപ്രവർത്തകരെ, കൂട്ടായ്മയെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും, അവരോടുള്ള എന്റെ നന്ദിയെ രേഖപ്പെടുത്തുകയും ചെയ്യും. I praise God for Pastor Babu Thomas and his co-workers and his congregation for inviting me to this meeting. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ മലബാറിൽ ഹോം മിഷണറി കൗൺസിലുമായി അതിന്റെ സ്റ്റുഡൻസുമായി വന്ന അനേക ഇടങ്ങളുടെ വലിയ മനുഷ്യൻ MS മത്തായി, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I thank God about thinking about Pastor MS Mathai, who began the ministry in the northern side of Kerala even before I start my ministry over there. കർത്താവിന്റെ ദാസനും തന്റെ കുടുംബവും ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് എന്റെ ശുശ്രൂഷയ്ക്ക് ധൈര്യം നൽകുന്ന മറ്റൊരു വസ്തുതയുമാണ്. It's a great encouragement that he and his family is attending this service. ഞാൻ മലബാറിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല കഴിഞ്ഞ 36 വർഷമായി ചെയ്തു വരുന്നു. For the last 36 years I'm doing the ministry in Malabar. അതിനു മുമ്പ് ഒരു വർഷം കാശ്മീരിൽ ക്യാപ്റ്റൻ എം സാമുവേലിനോട് കൂടെ പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. Before that, God gave me an opportunity to minister with the Pastor Captain Samuel in Kashmir. എനിക്ക് ഒരു ഭാര്യയും 3 മക്കളും 4 കൊച്ചുമക്കളുമുണ്ട്. I have a wife and 3 children and 4 grandchildren. ദൈവം കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വേലയിൽ നിലനിർത്തിയ ദൈവകൃപയ്ക്ക് ഞാൻ കർത്താവിന്റെ നാമത്തിന് മഹത്വം കരയേറ്റുകയാണ്. I praise the name of God who kept me in the grace in ministry. മുഖമരിയായി ദീർഘമായി വാക്കുകൾ പറയാതെ നിങ്ങളോട് അറിയിപ്പാൻ എന്റെ ഉള്ളിൽ കർത്താവ് പ്രകാശനം തന്ന ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. Without much introduction, I would like to share with the word of God which God laid upon my heart. പ്രാർത്ഥനയിൽ ഇവിടെ സഹകരിച്ച ദൈവദാസന്മാർ, ലീഡ് ചെയ്തവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. I praise God for all the ministers and others who uphold me in your prayers. ഞാൻ എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുവാൻ തുനിയുന്നില്ല. I don't want to mention everybody's name. എല്ലാവരെയും ഞാൻ സല്യൂട്ട് ചെയ്യും. I salute each and every one of you. കർത്താവിന്റെ നാമം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ മഹത്വപ്പെടട്ടെ. Let the name of the Lord be glorified among us. ഈ മിനിസ്ട്രിയുടെ പേര് രക്ഷാമാർഗം മിനിസ്ട്രി ആണെന്ന് നമുക്ക് ബ്രോഷറിൽ നിന്ന് കാണുവാൻ. In the brochure I was able to see that the main name of this ministry is Rakshamargam, the way of salvation. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു റിവൈവൽ മീറ്റിംഗ് അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നാളെ കർത്താവ് അനുവദിച്ചാൽ അങ്ങനെയുള്ള ഒരു സന്ദേശമായിരിക്കും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. So tonight I'm not going to give a revival message. I'm planning to do that tomorrow. So this is going to be a different kind of message. ഇന്ന് രാത്രി വളരെ സിമ്പിളായി, അപ്പോൾ തന്നെ വളരെ പ്രൊഫൗണ്ട് ആയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Tonight I would like to share with a simple message, at the same time it's a profound message. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ്. Let us turn our attention to 1 Corinthians chapter 1 verse 18. 1 കൊരിന്ത്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും
രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. For the message of the cross is a foolishness to those who are perished, but to us who are being saved, it is the power of God. ഒരു നിമിഷം നമ്മുടെ തലകൾ വടക്കി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us bow our head. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ വന്യമായ പാദപീഠത്തോട് അടുത്ത് വരുന്നു. Yes, Lord. നല്ല ഗുരു തിരുവായി മൊഴിഞ്ഞ് ഞങ്ങളോട് ഇന്ന് രാത്രി അരുളി ചെയ്യണമേ. മന്നയേക്കാൾ മേത്തരമായ ജീവന്റെ മന്നയാണ് ഇന്ന് രാത്രി ഞങ്ങളുടെ ഉള്ളങ്ങളെ പോഷിപ്പിക്കണം. Yes, Lord. കടന്നു വന്ന നിന്റെ ജനമനുഗ്രഹം പ്രാപിക്കുന്നതിന് വിരോധമായി ഇന്ന് രാത്രി ഉയരുവാൻ സാധ്യതയുള്ള ശത്രുവിന്റെ സകല ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുത്തെ വചനം വിഭാഗിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. The message of the cross is power unto us who are being saved, but those who are perishing, it is a foolishness. ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന അനേക പർവ്വതങ്ങളുണ്ട്. There are so many mountain peaks in the horizon of the history. അതിൽ there is Mount Sinai. സീനായി അതിലൊന്നാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പക്കൽ നിന്ന് ന്യായപ്രമാണം ഏറ്റുവാങ്ങിയ ഇടമാണ് സീനായി മല. Sinai is the mountain where the children of Israel received the commandments of God. Another mountain peak is Mount Tabor. Tabor മലയാണ്. മറ്റൊന്ന് താബോർ എന്ന് പറയുന്ന മലയാണ്. നക്ഷത്രങ്ങൾ സിസരയുമായി പൊരുതിയ സ്ഥലം ന്യായാധിപന്മാർ 5:20 നാം വായിക്കുന്നു. We read in Judges chapter 5 verse 20 that the stars or the angels were fighting with the Sisera. മറ്റൊരു ശ്രദ്ധേയമായ പർവ്വതമാണ് കർമ്മേൽ പർവ്വതം. Another mountain is Mount Carmel. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ നിഷ്കരുണം നീക്കിക്കളയുവാൻ തന്റെ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് ദൈവം ഉത്തരമരുളിയ ഇടമാണ് കർമ്മേൽ പർവ്വതം. Carmel is the mountain where the fire of God came down from heaven and destroyed the prophets of the Baal as a result of Elijah's prayer. ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മറ്റൊരു പർവ്വതം ഹെർമോൻ പർവ്വതമാണ്. Another mountain peak that is rising or towering up in the horizon of history is Mount Hermon. ഒരുപക്ഷേ യേശു രൂപാന്തരപ്പെട്ട മല ഹെർമോൻ മലയ പർവ്വതമാകുന്നു എന്നാണ് വേദചിന്തകന്മാര് അഭിപ്രായപ്പെടുന്നത്. Many scholars believe that this is the mountain where the transfiguration of Jesus took place. എന്നാൽ ഈ പർവ്വത മുകളുകളെ എല്ലാം മുകളിലായി സകല മാനവ മക്കളുടെയും ഹൃദയങ്ങളെയും മനസ്സിനെയും സ്വാധീനിച്ച മറ്റൊരു പർവ്വതമത്രേ കാൽവറി എന്നത്. But more than all these huge mountains, another mountain which took the place in the hearts of the people are the Mount Calvary. യെരൂശലേം നഗരവാതിലിന് പുറത്തായി തലയോടിന് രൂപത്തിലുള്ള ഒരു പർവ്വത ശിഖരമാണ് കാൽവറി. This is a branch of a mountain which is outside the city gate of Jerusalem in the form of a skull. അവിടെ ഉയർത്തപ്പെട്ട യേശുവിന്റെ ക്രൂശിനെ കുറിച്ചാണ് ഇന്ന് രാത്രി എനിക്ക് പങ്കുവെക്കുവാനുള്ളത്. Tonight I would like to share with the cross of Jesus Christ which was exalted or lifted up on that mountain. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. Apostle Paul is telling that this is the power of God to those who are being saved, but it is a foolishness to those who are being perished. The gospel is essentially the story of the cross. സുവിശേഷത്തിന്റെ കാതൽ എന്ന് പറയുന്നത് കുരിശിന്റെ അതിന്റെ ദൂതാണ്. And that story is God's message to the world. ആ കാൽവരിയുടെ കഥയാണ് ദൈവത്തിന് മാനവജാതിയോട് അറിയിക്കുവാനുള്ളത്. The message of the cross has never
ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി അല്പം പോലും ക്ഷയിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശം നൂറ്റാണ്ടുകൾ അതിന് പഴക്കമുണ്ടെങ്കിലും അതിന്റെ പ്രസക്തി ഇന്നും പുതുമയാർന്നതാണ്. Even though the message of the cross has hundreds of years old, but still it is new in our hearts. The cross was a divine event. കുരിശ് എന്ന് പറയുന്നത് ഒരു ദൈവിക മഹാസംഭവമത്രേ. ഞാൻ പറയട്ടെ, ചരിത്രത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു അനിവാര്യതയായിരുന്നു. In history it is a most important and necessary thing. ഇന്ന് രാത്രി നിങ്ങളോട് അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദേശത്തിൽ ഞാൻ പ്രധാനമായി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ചരിത്രത്തിൽ കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശ് അത് ഒരു ആകസ്മിക സംഭവമായിരുന്നില്ല, അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല, മറിച്ച് അത് നിത്യതയിൽ ദൈവം നിർണയിച്ച ഒരു ദൈവ നിയോഗമായിരുന്നു. ചരിത്രത്തിലെ ഒരു അനിവാര്യതയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. Let me remind you that the incident of the cross is not an accident, but it was in the plan of God even before the foundation of the world. The cross was necessary from 2 points of view, God's and man's. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ രണ്ട് വിധ കാരണങ്ങളാൽ അത് അനിവാര്യമായിരുന്നു. The cross was necessary to reveal God's evaluation of human life. മനുഷ്യ ജീവിതത്തെ ദൈവം വിലയിരുത്തിയത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ക്രൂശ് അത്യന്താപേക്ഷിതമായിരുന്നു. യേശുവിന്റെ കാലത്ത് മനുഷ്യ ജീവിതങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നില്ല. At the time of Jesus, men did not give much value for the life. മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വരികിൽ അവരെ ഉപേക്ഷിക്കാമായിരുന്ന ഒരു കാലഘട്ടം. At that time, if the parents does not like the children, they can get rid of their children. അടിമ ഉടമ വ്യവസ്ഥിതി അതിന്റെ ഉച്ചസ്ഥായിയിൽ നിലകൊണ്ട കാലഘട്ടം. ഒരു ഉടമയ്ക്ക് അടിമയെ വേണമെങ്കിൽ തച്ചു കൊല്ലാം, ചോദ്യം ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല. At that time, the master-slave relationship was at the top, and if the master does not like his slave, he can even kill that slave. ദൈവസഭയെ, വിശ്വാസികളെ ഉപദ്രവിച്ച റോമൻ ചക്രവർത്തിമാരിൽ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്ന നീറോ was the cruelest king, a Roman king, who persecuted the Christians. തന്റെ ഉദ്യാനത്തെ ദീപ്തമാക്കുവാൻ വിശ്വാസികളെ മരത്തോട് ചേർത്ത് മെഴുകുശീല കൊണ്ട് ചുറ്റി അതിന് തീ കൊടുത്ത് തീപ്പന്തങ്ങളാക്കി ഉദ്യാനത്തെ നീറോ ദീപ്തമാക്കിയ കാലഘട്ടം. It was the time where Nero put the Christians around the tree and wind with the wax cloth and put fire so that it can enlighten his garden. മനുഷ്യ ജീവിതങ്ങൾക്ക് അക്കാലത്ത് വിലയില്ലായിരുന്നു. There was not much value for the human life. Human life is cheap in our days also. മറ്റു കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ ജീവന് അധികം വില കൽപ്പിച്ചിരുന്നില്ല. ഇന്നും മനുഷ്യ ജീവന് അധികം വില കൽപ്പിക്കപ്പെടുന്നില്ല. Even today they don't give much value for the life of a man. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Let me declare you one message. In God's sight, human life is supremely valuable. മനുഷ്യന്റെ ജീവിതത്തിന് നാം ഉദ്ദേശിക്കുന്നത് അപ്പുറമായ വിലയുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യ ജീവിതങ്ങൾ അത്ര കണ്ടു വിലയേറിയതാണ്. In the sight of God, the value of a human being is so valuable. Human life is not cheap. When God was willing to give His only Son to die to save it. തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്ത്? ദൈവം മനുഷ്യ ജീവിതങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നു. മനുഷ്യ ജീവിതങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ എത്രമാത്രം വിലയേറിയതെന്ന് ലോക സമക്ഷത്തിന് വില വെളിപ്പെടുത്തേണ്ടതിന് യേശുവിന്റെ ക്രൂശ് അനിവാര്യമായിരുന്നു. In order to show the world the preciousness of the human life, cross was unnecessary. സാധാരണ ഒരു മനുഷ്യനെ ലോകം വിലയിരുത്തുന്നത് പല കാര്യങ്ങളുടെയും
അടിസ്ഥാനത്തിലാണ്. Usually, the world evaluate human being according to different categories. Often society assess people by who they are and what family they are born into and what they have accomplished in the society where they live, so on and on. കുടുംബ ശ്രേഷ്ഠതയുള്ളവര്, അവരുടെ സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ എങ്ങനെ, അവരുടെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർക്ക് താല്പര്യം. നീ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്ന് നോക്കിയ എന്നെയും നിങ്ങളെ ലോകം വിലയിരുത്തുന്നത്. The world evaluated us depending upon in which family we were born. നാം ആരാണെന്ന് നോക്കിയ ലോകം ഒരു വ്യക്തിക്ക് വില കൽപ്പിക്കുന്നത്. The world give value to the people according to his birth. സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എന്ത്, നമ്മൾക്കുണ്ടാക്കിയ നേട്ടങ്ങൾ എന്ത്, ഇവ നോക്കിയ ലോകം ഒരുവൻ വിലയുള്ളവനാണോ അല്ലാത്തവനോ എന്ന് വേർതിരിക്കുന്നത്. The world assigns value to a person if he do something good in the society and according to the position he is holding. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, But let me declare you tonight, സമൂഹത്തിൽ നീ ആരുമല്ലായിരിക്കാം. probably you may be nothing in your society. നമ്മുടെ ജന്മകാണ്ഡം നോക്കാതെ, കർമ്മകാണ്ഡം നോക്കാതെ, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്ന് നോക്കാതെ, നമ്മെ വിലയേറിയവരായി കാണുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമുക്കായി ജീവിക്കുന്നു. Tonight our God is living who never look according to your background, but he sees you as so valuable. മനുഷ്യജീവന്റെ വില എത്രമാത്രമെന്ന് ലോകസമക്ഷം വെളിപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിന്റെ ക്രൂശ് ചരിത്രത്തിൽ ഒരു അനിവാര്യതയായിരുന്നു. In the history, the cross was a necessity in order to show how much God ഗലാത്യലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. In the book of Galatians, Apostle Paul wrote like this, the one who is hanging upon the tree is accursed, and Jesus was hanged upon the cross and became a curse. എന്തുകൊണ്ടാണ് പൗലോസ് യേശുവിലും അവന്റെ ക്രൂശിലും പ്രശംസിച്ചത്? Why Apostle Paul was boasting about the cross and എന്തുകൊണ്ടാണ് ക്രൂശിന്റെ സന്ദേശം ഇന്നും പ്രസക്തിയായി ആർജിച്ചിരിക്കുന്നത്? why the message of the cross is still valuable? ഞാൻ പറയട്ടെ, മനുഷ്യനെ രക്ഷിപ്പാൻ മറ്റൊരു മാർഗം ഇല്ലാതിരിക്കെ ദൈവം മനുഷ്യന്റെ രക്ഷാമാർഗത്തിനായി നിത്യതയിലെ ഒരുക്കിയ ദൈവിക പദ്ധതി അത്രേ യേശുവിന്റെ ക്രൂശുമരണം. The death on the cross of Jesus Christ is the only way for the salvation of man, where he cannot be saved by any other means. യേശുവിന്റെ ക്രൂശുമരണം ചരിത്രത്തിലെ ഒരു ആകസ്മിക സംഭവമല്ല. The death of Jesus upon the cross is not an accident in the യേശു history. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ വിവിധ നിലകളിൽ വീക്ഷിക്കുന്നവരുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാത്ത പ്രബലമായ ജനവിഭാഗവുമുണ്ട്. There is a group of people evaluate the death of Jesus on the cross in a different way. There are people who does not want to give the value for that death. ദൈവമായവൻ, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്തുകൊണ്ട് ഇത്രമാത്രം നീചമായ ഒരു മരണം അനുഭവിക്കേണ്ടി വന്നു? Why God himself, God's anointed one, deserve or received such a perishable death? അതിന് ബൈബിൾ നൽകുന്ന മറ്റൊരു മറുപടി ഇതാ. This is the answer the Bible gives. The cross was necessary to reveal the very essence of God's character. ദൈവത്തിന്റെ ആ വിലയേറിയ സ്വഭാവം വെളിവാക്കുന്നതിന്, ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ടതിന് ക്രൂശ് അനിവാര്യമായിരുന്നു. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ നമുക്ക് കാണാം. In the scriptures you can see the character of God page by ആ page. സ്വഭാവ സവിശേഷതകളുടെ എസൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. So if you summarize all those characters of God, you can summarize in one word, the love of God. 1 യോഹന്നാൻ 4:8 വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. In 1 John chapter 4 verse 8 we read that God is 1 love. യോഹന്നാൻ 4:10 വിശുദ്ധ ബൈബിൾ പറയുന്നു, നാം അവനെ സ്നേഹിച്ചു
സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. In 1 John chapter 1 verse 4 verse 10 we read that the love of God is that it is not that we seek God, but He sent the Son and gave His Son as an atonement for our sins. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാൻ അവന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. In Romans chapter 5 verse 8 we read that even when we were the enemies of Christ, even when we were the sinners, God showed His love by hanging His Son upon the cross. The cross reveals God in His limitless love. ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അറ്റുപോകാത്ത അനന്തമായ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. പരിധിയില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ അത്രേ കാൽവരിയുടെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. The cross is revealing the eternal, never-ending love of our God. അതിരില്ലാത്ത ദൈവത്തിന്റെ കരുണയെ അത്രേ യേശുവിന്റെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. Oh, the cross is revealing the limitless grace of God. ഏത് notorious criminalന്റെയും പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ക്ഷമയുടെ അപാരതയത്രേ കാൽവരിയുടെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. The cross is revealing the heart of God to forgive the wretched sinner. The cross reveals God not as a God of vengeance. ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതികാരമില്ലായ്മ നമ്മെ വെളിപ്പെടുത്തുകയാണ്. പ്രതികാരം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ അല്ല ക്രൂശ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ക്രൂശ് വെളിപ്പെടുത്തുന്നത് ക്രൂരനായ ഒരു ഭരണാധികാരിയല്ല. Cross is not revealing a cruel ruler. കരുണയില്ലാത്ത ഒരു ന്യായാധിപനെയും അല്ല യേശുവിന്റെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. The cross is not even revealing an incompassionate judge. മറിച്ച് ക്രൂശ് വെളിപ്പെടുത്തുന്നത് ആ കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയന്റെ ചിത്രമത്രേ യേശുവിന്റെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. Instead, the cross is revealing that good shepherd who went after the lost sheep. തന്റെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന നല്ല ഇടയൻ. The good shepherd who seek after the lost. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയന്റെ ചിത്രമത്രേ യേശുവിന്റെ ക്രൂശ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. The cross is portraying the good shepherd who laid down his life for his sheep. മാത്രമല്ല അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇതാ സ്വന്തം ഇഷ്ടപ്രകാരം ദൂരദേശത്തേക്ക് പോയി വസ്തുവകകൾ നാനാവിധമാക്കി അപ്പന്റെ ഭവനത്തിൽ നിന്ന് വിദൂരവേ പോയ മകനെ മടങ്ങി വന്നപ്പോൾ അവനെ കരം നീട്ടി സ്വീകരിക്കുന്ന നല്ല പിതാവിന്റെ ചിത്രമത്രേ യേശുവിന്റെ കാൽവരി ഇന്ന് രാത്രി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. The cross is revealing the father of the prodigal son who went to a far country against the will of God and destroyed all his earthly accomplishments, but accepting him back, forgiving all his trespasses. ഞാനൊരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ ഓർത്തു, യേശു ക്രൂശിൽ മരിക്കേണ്ടി വന്നത് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കരിയോത്താവ് യൂദ യേശുവിനെ ചതിച്ചത് നിമിത്തമായിരുന്നു എന്ന്. When I was a Sunday school student, this is what I thought. The reason why Jesus died on the cross is because his friend മതാന്ധത ബാധിച്ച ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് യേശുവിനോട് തോന്നിയ അസൂയ നിമിത്തമാണ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതെന്ന്. I thought that it is because of the jealousy of the religious leaders of Israel. റോമൻ ഗവർണറായ പീലാത്തോസ് ജനത്തെ പേടിക്കുക വഴി യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ
വിശ്വസിച്ചു പോകുന്നത്. I thought that Pilate was afraid of the people, that is why he gave Jesus to be crucified. എന്നാൽ ഇതൊക്കെ യേശുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഭാഗങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. But it is a fact that all these was a part of the death of Jesus Christ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശും ആ ക്രൂശിലുള്ള യേശുവിന്റെ ബലിമരണവും നിത്യതയിലെ ദൈവം നിയമിച്ച ദൈവ നിർണയമായിരുന്നു. ചരിത്രത്തിൽ നിറവേറേണ്ടിയിരുന്ന ഒരു അനിവാര്യതയായിരുന്നു. But the cross and the death of Jesus on the cross was in the plan of God. It was a necessity. യേശു ക്രൂശിക്കപ്പെട്ടു. അവന്റെ ക്രൂശിന് മുകളിൽ ആ പീലാത്തോസ് ഒരു രേഖ, ഒരു എഴുത്ത് അവിടെ എഴുതി, ഒരു മേലെഴുത്ത്. Pilate put a title upon the top of the cross where Jesus was crucified. വായിക്കുന്നത് ഇങ്ങനെയാണ്: ജീസസ് ഓഫ് നാസറത്ത്, ദ കിങ് ഓഫ് ദ Jews. അതിൽ എഴുതിയിരിക്കുന്നത് നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഞാൻ ഈ സന്ദേശം ഒരുക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇതാണ്: പീലാത്തോസ് എഴുതേണ്ടിയിരുന്ന വാചകം അതായിരുന്നില്ല നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന്. മറിച്ച് പീലാത്തോസ് എഴുതേണ്ടിയിരുന്നത് ഇതായിരുന്നു: For God so loved the world that he gave his only begotten Son, whoever believes in him should not perish but have everlasting life. ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നത് പീലാത്തോസ് ഇങ്ങനെയായിരുന്നു എഴുതേണ്ടിരുന്നത്: ഓ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ. The cross was necessary to reveal the very essence of God's character, that is love. ഓ ദൈവത്തിന്റെ സകല സ്വഭാവങ്ങളുടെയും ആകത്തുകയായ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ക്രൂശ് ഒരു അനിവാര്യമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ: a sinner may go to hell unsaved, but he cannot go to hell unloved. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പാപിക്ക് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാത്തത് നിമിത്തം നരകത്തിലേക്ക് പോകും. പക്ഷേ ദൈവം സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ ആരും നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല. a sinner can go to hell because he was not saved, but he can never claim that he went to hell because God never loved him. രാത്രി ഈ വചനത്തിന് മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ അമാത്രം സ്നേഹിച്ച ദൈവസ്നേഹത്തിന്റെ അപാരത ഒരു വേള തിരിച്ചറിഞ്ഞ് ഹൃദയാന്തർഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രങ്ങൾ കരേറ്റുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഉള്ളങ്ങൾ വെമ്പൽ കൊള്ളട്ടെ. Oh, let us praise God because of the great love of God that bestowed upon us and show the gratitude to it. ലോകം നമ്മെ സ്നേഹിക്കുന്നത് മെറിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. The world is loving us based upon our merits, our നമുക്ക് qualifications. സൗന്ദര്യമുള്ളപ്പോൾ ലോകം സ്നേഹിക്കും, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. Oh, when you are beautiful, the world will love you, your husband will love you. ഭർത്താവിന് ആരോഗ്യമുള്ളപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കും. When the husband is strong, the wife will love the husband. ധനമുള്ളപ്പോൾ നമ്മെ മറ്റുള്ളവർ സ്നേഹിക്കും. When you are rich, the other people will love you. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ലോകം സ്നേഹം പിൻവലിക്കും. Oh, when you are out of all these things, they will withdraw their love from you. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. But the scripture is saying that God demonstrated his love because he loved us even when we were sinners. കാൽവരി ദൈവസ്നേഹത്തിന്റെ പ്രദർശനശാലയാണ്. Oh, the Calvary is demonstrating the love of God. യിരെമ്യാവിനോട് ദൈവം പറയുന്നത് എങ്ങനെയാണ്? യിരെമ്യാവേ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. This is what God told through the prophet Jeremiah. Jeremiah, I loved you with eternal love. ഇന്ന് രാത്രി ആ സ്നേഹം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Tonight that eternal love is keep following you. നമ്മുടെ യോഗ്യത
ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചരിത്രത്തിൽ സംഭവിച്ച ഒരു ആകസ്മികമായ സംഭവമായിരുന്നില്ല. I told you that the death of Jesus Christ upon the cross is not an accident. അത് നിത്യതയിലെ ദൈവം നിർണയിച്ച ദൈവിക നിർണയമാണ്. ചരിത്രത്തിൽ നിറവേറേണ്ടിയിരുന്ന ഒരു അനിവാര്യതയാണ്. It is the plan of God, in which God, it was in the heart of God, even before the foundation of the world, it must take place. എന്തുകൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം ചരിത്രത്തിലെ ഒരു അനിവാര്യതയായിരിക്കുന്നു? Why it is a necessity in the history? The cross was necessary to reveal God's estimate of sin. പാപത്തെ കുറിച്ച് ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കാണണമെങ്കിൽ ക്രൂശ് അത്യന്താപേക്ഷിതമായി. The cross is God's supreme declaration of man's guilt. ആ മനുഷ്യന്റെ കുറ്റത്തെ കുറിച്ച് വളരെ വ്യക്തമായി ദൈവം വിളിച്ചു കാട്ടുന്ന സംഭവമാണ് ക്രൂശ്. 1 കൊരിന്ത്യർ ലേഖനം 15:3 പൗലോസ് ഇങ്ങനെ പറയുന്നു. This is what Paul says in 1 Corinthians chapter 15. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. Christ died for our sins according to the scriptures. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഒരു വേള നോക്കുന്ന വ്യക്തിക്ക് മാത്രമേ നമ്മുടെ പാപം എത്രത്തോളം ഭീഭത്സമാണ് എന്നത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. Only a person who is looking upon the cross sincerely can see how much our sin, how severe is our sin. Only as we look at the cross can we realize how awful sin is in God's sight. ആ ക്രൂശിനെ നോക്കിയാൽ മാത്രമേ ദൈവത്തിന് പാപത്തോട് എന്തുമാത്രം വെറുപ്പ് ഉണ്ട് എന്ന് മനസ്സിലാവുക. പാപത്തിന്റെ ഭീഭത്സത, the greatness, the wretchedness of sin. to many sin is cute. അനേകർക്കും പാപം സമ്മോഹനമാണ്, ചേലത്തതാണ്. Many people like to sin. അനേകർക്കും to many sin is chic. അനേകർക്കും പാപം ചേലത്തതാണ്. Many people find pleasure in committing To sin. many sin is in good taste. അനേകർക്കും അത് വളരെ സ്വാദിഷ്ടമാണ്, രുചികരമാണ്. പാപം അനേകർക്കും സ്വാദുള്ളതായി തോന്നാം. It is so tasty to commit sin for many people. എനിക്കൊരു യൗവനക്കാരനെ അറിയാം. I know a young man. അദ്ദേഹം നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. He was born and brought up in a good നല്ല family. വിദ്യാഭ്യാസം പ്രാപിച്ചു. He had good education. തനിക്ക് നല്ല ജോലി ഗവൺമെന്റ് സ്ഥാപനത്തിൽ ലഭിച്ചു. He had a good government job. തന്റെ പദവിക്കൊത്ത ഒരു വിവാഹ ബന്ധത്തിൽ അവൻ ഏർപ്പെട്ടു. And he got a good marriage according to his status. അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവതിയെ അവൻ വിവാഹം കഴിച്ചു. He married a blessed girl. അവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവം 2 മക്കളെ അവർക്ക് നൽകി. And God provided 2 children in their ആ marriage. മക്കൾ അവരുടെ ചെറിയ പ്രായത്തിലായിരുന്നപ്പോ While these children were very young, ഈ യുവാവ് തന്റെ സ്നേഹിതരുമായി ചേർന്ന് മദ്യപാനത്തിലേക്ക് അറിയാതെ താൻ വഴുതി വീണു. he began to start drinking with his friends. അദ്ദേഹം ദൈവവചനം അറിയുന്ന വ്യക്തിയാണ്. He know the word of God. ദൈവവചനം സംബന്ധിച്ച് ആ പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ട വ്യക്തിയാണ്. He was instructed in the word of God. എന്നാൽ താൻ വളരെ രഹസ്യമായി മദ്യപാനത്തിന് താൻ അടിമപ്പെട്ടു. But he submitted himself to drinking. ഒരു ദിവസം താൻ ആ കൂട്ടുകാരുമൊത്ത് മദ്യപിക്കുവാൻ സമയമെടുത്തു. One night he took time to drink alcohol. അദ്ദേഹം അല്പം അമിതമായി മദ്യപിച്ചു. He drank a little over. താൻ വീട്ടിലേക്ക് ചെന്നു. നേരത്തെ പറഞ്ഞൊത്തതുപോലെ ഭാര്യയും 2 മക്കളുമായി ഒരു യാത്രയ്ക്ക് അവർ പുറപ്പെട്ടു. And they had an agreement, plan with his family that they were going for a അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നു. They were driving the van. അതിലേറെ സ്പീഡിൽ വാഹനം ഓടിക്കുന്നത് കണ്ട് തൊട്ടടുത്തിരുന്ന ഭാര്യ വളരെ ആശങ്കയുള്ളവളായി ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. When the wife saw that he is over speeding, she was a little anxious and she told her husband like this. മെല്ലെ ഓടിക്ക്, അല്ലെങ്കിൽ ഇത് വലിയ അനർത്ഥത്തിലും ചെന്നെത്തും. Please drive slowly, otherwise we will get പക്ഷേ in an accident. അദ്ദേഹത്തെ
വാക്കുകളെ കേൾക്കുവാൻ അവൻ അതിന് തയ്യാറായില്ല. But because of his intoxication, he was not able to listen to his അവൻ wife. വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോയി. He began to drive ഭാര്യയുടെ ആശങ്ക പോലെ എതിർദിശയിൽ നിന്ന് വന്ന ഒരു ട്രക്കുമായി ഈ കാറ് ഹെഡ് ടു ഹെഡ് കൊളീഷൻ, അത് നേർക്കുനേർ ചെന്ന് ഇടിച്ച് വലിയ അനർത്ഥം സംഭവിച്ചു. As the wife was feared, they had a head-to-head collision with another truck that ഭാര്യയും തന്റെ രണ്ട് മക്കളും ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. the wife and the 2 children died on the ഈ spot. യൗവനക്കാരൻ കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരീരത്തിൽ ആസകലം മുറിവുകൾ തനിക്കുണ്ടായി. This young man barely escaped from the death, but Bruce ആ യുവാവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. he was admitted in the hospital. ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം സംസ്കരിക്കേണ്ട ദിവസം The day where the dead body of his wife and 2 children were കുടുംബക്കാർ, buried. വീട്ടുകാർ ഈ യുവാവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. The family and brought him from the hospital in an ambulance. ഭാര്യയുടെയും രണ്ട് മക്കളുടെയും മൃതശരീരം പെട്ടികളിൽ ഒരുക്കി കിടത്തിയിരിക്കുന്ന ആ ഇടത്ത് അതിന്റെ മുൻപിലുള്ള സീറ്റുകളിൽ ഒന്നിൽ ഇവനെ ആളുകൾ താങ്ങി പിടിച്ചിരുത്തി. And they helped him to sit upon a chair beside the 3 caskets. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചേതനയറ്റ ശരീരത്തേക്ക് കുറെ നേരം ഇമ വെട്ടാതെ ഇവൻ നോക്കിയിരുന്നു. He keeps staring upon the lifeless body of his beloved wife. എന്നിട്ട് അവന്റെ കണ്ണുകൾക്ക് ഇമ്പമായിരുന്ന ആ രണ്ട് പൊന്നോമന മക്കളുടെ മൃത ശരീരത്തിലേക്ക് അവൻ മാറി മാറി നോക്കി. Then he began to interchangeably looking at his 2 beloved children. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇടമുറിയാതെ ഒഴുകി. And the tear was shedding from him. ഒടുവിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ അതരം വിതുമ്പുന്നത് പോലെ അതരം വിതുമ്പി അവൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. And finally, like a little child, he began to whisper and tell like this. Never did I realize how awful my sin is until now I see what it has done. ഈ സംഭവം കാണുന്നത് വരെയും എന്റെ പാപത്തിന്റെ ഭീകരത ഞാൻ ഇതുവരെയും അറിഞ്ഞിരുന്നില്ല. Never did I realize how awful my sin is until I see now what it has done. ഇന്ന് എന്റെ മുന്നിൽ സംഭവിച്ചിരിക്കുന്ന ഈ സംഭവം നടക്കുന്നത് വരെയും എന്റെ പാപത്തിന്റെ ഭീകരത ഇത്ര വലുതായിരുന്നു എന്ന് ഞാൻ ഗ്രഹിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, പാപത്തിന്റെ മുഖം ഭീഭത്സമാണ്. The face of sin is evil. രഹസ്യ ജീവിതത്തിൽ പാപവഴികളിൽ രസിക്കുന്നവർ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, പാപത്തിന്റെ മുഖം ഭീഭത്സമാണ്. If you are enjoying in your secret sin, you must realize it's a danger. Get out of it tonight. യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ യുവാക്കളെ ദൈവവചനം ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. Tonight the word of God is encouraging the young people to run away from the youth, the lustfulness of the youth. വിവാഹ ജീവിതത്തിന് പുറത്തുള്ള അരുതാത്ത സൗഹൃദങ്ങളോട് ഇന്ന് രാത്രി വിട പറയുവാൻ ദൈവാത്മാവ് ആലോചന തരികയാണ്. The Holy Spirit is giving the counsel to get out of all your relationships outside your marriage. പാപത്തിന്റെ മുഖം ഭീഭത്സമാണ്. The face of sin is evil. അത് നമുക്ക് സമ്മോഹനമായി തോന്നാം. It may seem pleasing to your eyes. പാപം നമുക്ക് ഛേദത്തതായി തോന്നാം. You may like to commit sin. പാപം നമുക്ക് സ്വാദുള്ളതായി തോന്നാം. It may seem like so tasty. എന്നാൽ പാപത്തെ ദൈവം ഒരിക്കലും ഓവർലുക്ക് ചെയ്യുന്നില്ല എന്ന തിരിച്ചറിവ് ദൈവജനം ഒരു പ്രാവശ്യം കൂടെ അറിയട്ടെ. You must realize one more time that God will never overlook the sin. We call our sin mistakes. നമ്മുടെ പാപങ്ങളെ നമ്മൾ പറയുന്ന ഒരു തെറ്റ്. We call our sin weaknesses. പലപ്പോഴും പാപത്തെ പറയുന്നത് എന്റെ ബലഹീനതയായിരുന്നു. We call our sin slips. പലപ്പോഴും ആ ഒരു വാക്ക് പിഴവെന്ന് നമ്മൾ പറയാറുണ്ട്.
തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. Only if the person look at the cross can realize the severeness of sin. ശാരോനിലെ പനിതർ പുഷ്പമായവൻ, He is the lily of the valley. താഴ്വരകളിലെ താമരയായവൻ, He is the lily of the valley. വെണ്മയും ചുവപ്പുമുള്ളവൻ, Oh, he is a Rudy. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായവൻ, Oh, he is the fulfillment of all the കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രൂപഗണം ഇല്ലാത്തവനായി, കോമളത്വം ഇല്ലാത്തവനായി, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ലാത്തവനായി, സർവാംഗം രക്താഭിഷിക്തനായി ക്രൂശിൽ കിടക്കുന്ന ആ കാഴ്ച ഇന്ന് പകൽ രാത്രി നമ്മോട് വിളിച്ചു പറയുകയാണ്. പാപത്തിന്റെ മുഖം അത്ര കണ്ട് ഭീഭത്സമാണ്. When we see this beautiful Jesus Christ hanging on the cross with the blood all over his body, and he is not even recognized as a human being, you can see how much worse, wretched our sin is. What is sin? എന്താണ് പാപം? Praise God. It is sin that takes the Holy God incarnate in the flesh and treats him as no beast should ever be treated. ആ പാപം എന്ന് പറയുന്നത് ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതാരമെടുത്ത് മനുഷ്യ രൂപമല്ലാതെ ഒരു മൃഗം പോലെയുള്ള രൂപത്തിലായി തീർന്ന ഒരു അവസ്ഥയാണ്. ഒരു മൃഗത്തോട് പോലും പെരുമാറരുതാത്ത വിധം യേശുവിനോട് ലോകമെന്ന് പെരുമാറി. They dealt with Jesus not even in a way they deal with the beast. അവനെ അവർ അടിച്ചു, They beat Jesus. അവന്റെ മുഖത്ത് അവർ തുപ്പി, They spit upon his അവന്റെ face. കാൽക്കരങ്ങൾ നീണ്ട കാരിരുമ്പാണികളാൽ മരത്തോട് ചേർത്ത് തറച്ചു. All his feet and hands were nailed with a long പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ക്രൂശോടെ ആ ഉടലെടുത്തിട്ടപ്പോൾ അവന്റെ അസ്ഥികൾ ബന്ധം വിട്ടുപോയി. We read that when they put that body into the hole in the rock, all his bones were departed. ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് പരിഹാസികൾ യേശുവിനെ പരിഹസിച്ചു ചിരിച്ചു. Even when Jesus was suffering on the cross, the mockers stood at the feet of the cross and mocked Jesus. മന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് പണിയുന്നവരെ, നിനക്ക് നിന്നെ തന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലയോ? The one who declared that you can destroy the temple and rebuild in 3 days, can you help yourself? തിരുവെടുത്ത് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ അത് സംബന്ധിച്ച് ഇങ്ങനെ എഴുതി. Oh, this is what the scripture says even hundreds of years before. നിന്ന അവന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. The reproach broke his heart. ആ യേശു നിന്ദിക്കപ്പെട്ടു. Oh, he was reproached. അവൻ വേശ്യാപാത്രമായി തീർന്നു. He was a vessel of കണ്ടാൽ ആളല്ല എന്ന രൂപത്തിലായി തീർന്നു. He became not in the form of a man. ഒരു പാസ്റ്റർ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ അസ്വസ്ഥനായി ഇങ്ങനെ നടക്കുകയാണ്. A pastor was walking in the veranda of a hospital, a hallway of a hospital with uneasiness. ഒരു വിശ്വാസി ഒരു ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ അസ്വസ്ഥനായി നടക്കുകയാണ്. That was a believer walking in the hallway of a hospital. ആ വിശ്വാസി ആരാധനയ്ക്ക് പോകുന്ന സഭയിലെ പാസ്റ്ററും അദ്ദേഹത്തോടൊപ്പമുണ്ട്. And the pastor of the church where he is attending is also with them. ആ വ്യക്തി തീർത്തും അസ്വസ്ഥനായതിന്റെ കാരണം, And he was so uneasy. The reason why he was so uneasy ആ വ്യക്തിയുടെ കുഞ്ഞു മകള് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷന് വിധേയയാവുകയാണ്. that believer's daughter is being subjected to a surgery. 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഉദരം നെടുക കീറിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ആ കുഞ്ഞു വിധേയയായത്. And this child was subjected to a surgery where the whole belly was cut off. ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. And it is taking place in the operation ആ room. സമയമാണ് അസ്വസ്ഥനായി ഈ ദൈവപൈതല പിതാവ് ആ വിശ്വാസിയെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്നത്. And her father is walking impatiently through the hallway of വളരെ ഭാരത്തോടെ എവിടെയായിരുന്നു. ഒടുവിൽ ഓപ്പറേഷൻ തിയേറ്റർ
ഓപ്പറേഷൻ നടത്തിയ സർജൻ പുറത്തേക്ക് വന്നു. This burden was very difficult for him to bear. Finally, the surgeon came out of the surgery ഈ room. പിതാവ് സർജന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, എന്റെ മകൾക്ക് എങ്ങനെ ഇരിക്കുന്നു, എന്താണ് സംഭവിച്ചത്? This father approached the surgeon and asked the situation of her son. ആ സർജൻ പറഞ്ഞു, one of her ribs had been removed. അവളുടെ ഒരു വാരിയല്ലുകളിൽ ഒന്ന് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. The doctor said that one of her ribs has to be removed. അവളുടെ ഞരമ്പുകളിൽ നെർവസിൽ ഒന്ന് ഡെലിബറേറ്റ് ആയി ക്ലിപ്പ് ചെയ്യേണ്ടി വന്നു. And one of her vein, he had to clip one of her veins. ആ കാര്യം ഓപ്പറേഷന്റെ ചില വിശദാംശങ്ങൾ ഈ സർജൻ ആ പിതാവിന് വിശദോട് പറഞ്ഞു കൊടുത്തു. This surgeon gave some of the details of the surgery. എന്നിട്ട് ഡോക്ടർ ആ പിതാവിന്റെ തോളിൽ തട്ടി പറഞ്ഞു, നല്ലത് വരും എന്ന് ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് സർജൻ തന്റെ ഓഫീസിലേക്ക് പോയി. Finally, the surgeon hit on his shoulder and told her, "Don't worry about it. It will be okay. She will be all right." അപ്പോൾ ആ പിതാവ് തന്റെ പാസ്റ്ററുടെ നേർക്ക് തിരിഞ്ഞ് പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. At that time, he turned to his pastor and said one thing. It is very noticeable. ആ പിതാവ് പാസ്റ്ററോട് പറഞ്ഞത് ഇങ്ങനെയാണ്. This is what he told his If pastor. it took all that to make her well, my baby must have been terribly sick. എന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഡോക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ രക്ഷപ്പെടും. അവൾ അത്ര കണ്ട് രോഗിയായിരുന്നിരിക്കണം. She might have been so sick. If it took all that to make her well, my baby must have been terribly sick. അത്രയും കാര്യങ്ങൾ എന്റെ കൊച്ചിന്റെ ശരീരത്തിൽ ചെയ്യണമെങ്കിൽ അവൾ തീരെ രോഗിണിയായിരുന്നു. ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ അത് ഞാൻ ഇപ്രകാരമാണ് കാണുന്നത്. So relevant to my message, this is how I If see it that. took the death of God's son to heal it, this world must have been terribly sick. Only the blood of Jesus can heal it. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം അത്ര ഭീകരമായ മരണമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പാപം അത്ര ഭയങ്കരമായിരുന്നു. യേശുവിന്റെ രക്തത്തിന് മാത്രമേ രോഗാതുരമായ ലോകത്തിന് സൗഖ്യം വരുത്തുവാൻ കഴിയുള്ളൂ. Only the blood of Jesus can heal all the sickness that cannot be cured. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. This is what the scripture അവന്റെ declares. പുത്രനായ യേശുവിന്റെ രക്തം The blood of his son Jesus. സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. Will cleanse us, cleansing all our sins. ഇന്ന് രാത്രിയിലും യേശുവിന്റെ രക്തത്തിന് അരികിലേക്ക് അടുത്തു വരുവാൻ എത്ര പേർ മനസ്സ് വയ്ക്കും? How many of you will be willing to come close to the യേശുവിന്റെ blood of Jesus? രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിപ്പാൻ, In order to receive the cleansing through the blood of Jesus. യേശുവിന്റെ രക്തത്തിന് അരികിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് രാത്രി എത്ര പേർ മനസ്സ് വയ്ക്കും? How many of you will be willing to approach the blood of Jesus Christ in order to receive the cleansing of your sins? ദൈവത്തിന്റെ വീക്ഷണകോണിൽ കാൽവരിയുടെ ക്രൂശ് ചരിത്രത്തിൽ നിറവേറേണ്ടിയിരുന്ന ഒരു അനിവാര്യതയായിരുന്നു. In the sight of God, the death of Jesus upon the cross is a necessity, unavoidable thing. ഇനി ചുരുങ്ങിയ ചില മിനിറ്റുകൾ മാനുഷിക വീക്ഷണത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനിവാര്യതയാണ് ചില വാക്കുകളിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. I would like to spend some time the importance or the unavoidableness of the cross of Jesus Christ. From a human point of view, the cross of Calvary was necessary. മനുഷ്യന്റെ വീക്ഷണത്തിലും ക്രൂശ് അത്യന്താപേക്ഷിതമായിരുന്നു. Apart from Christ's death on the cross, we have no salvation. ക്രിസ്തുവിന്റെ മരണം കൂടാതെ നമുക്ക് രക്ഷ സാധ്യമല്ലായിരുന്നു. Apart from Christ's death on the cross, we have no hope. ക്രിസ്തുവിന്റെ മരണം കൂടാതെ നമുക്ക് ഒരു പ്രത്യാശയ്ക്കും വകയില്ലായിരുന്നു. ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്ന നമുക്ക് അത് ദൈവശക്തിയാകുന്നു. The word of the cross is the power of God for those who believe. The cross is God's declaration
of man's helplessness. ഓ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ വിളിച്ചു പറയുകയായിരുന്നു ക്രൂശ്. Hallelujah. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അവർ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. The children of Israel were traveling through the wilderness. ദൈവിക സംരക്ഷണയുടെ കീഴിലാണ് അവർ യാത്ര They ചെയ്യുന്നത്. were traveling under God's protection. നീണ്ട 40 വർഷം 40 long years. മരുഭൂമിയുടെ ചൂട് അവർ അറിഞ്ഞില്ല. They never felt the heat of the മരുഭൂമിയിലെ wilderness. കടുത്ത ശൈത്യം അവരെ ബാധിച്ചില്ല. The bitter cold. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. Their dress were never worn. അവരുടെ കാല് വീങ്ങിയതുമില്ല. Their feet were never swollen. ദൈവം അവർക്ക് ആവശ്യമായതെല്ലാം നൽകി. God provided every one of their ഈ needs. സുഭിക്ഷതയിൽ കഴിയുന്ന ജനം ദൈവത്തെ മറന്നു കളഞ്ഞു. The people who live in abundance for God. ദൈവിക വ്യവസ്ഥയോട് അവർ മത്സരിച്ചു. They began to rebel against the commandment അവർ of God. ദൈവിക അധികാരത്തോട് മത്സരിച്ചു. They began to rebel against the authority of God. മോശയ്ക്കെതിരെ അവർ പിറുപിറുത്തു. They began to murmur against ദൈവ Moses. മനുഷ്യനായ മോശയ്ക്കെതിരെ അവർ മത്സരിച്ചു. Oh, they began to rebel against the man of God called Moses. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ഒരു പഴയകാല ചിത്രമാണ് അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. You can see a shadow of the Pentecostals nowadays in them. പെന്തക്കോസ്തിന്റെ ഉപദേശം വളരെ നിർമ്മലമാണ്. Oh, the doctrine of Pentecostalism is very എന്നാൽ simple. പെന്തക്കോസ്തിന്റെ ഒരു ശാപം, But the curse of the Pentecostals, വാളെടുക്കുന്നവരെല്ലാം ഇതിന്റെ അകത്ത് വെളിച്ചപ്പാടാണ്. everyone who takes the sword is an angel of light. വെളിച്ചപ്പാട്. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. മോശയോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ. Usually God talked only to Moses. മോശയ്ക്ക് എന്താ ഇത്ര വലിയ വിദ്യാഭ്യാസമുണ്ട്? What education Moses പക്ഷേ had. മറ്റെല്ലാവരെക്കാളും മോശയ്ക്ക് വിദ്യാഭ്യാസം. Of course it is true that Moses was more educated than ഞാൻ everyone. പറയട്ടെ, പല ഭാഷമാർക്കും വിശ്വാസികളെക്കാൾ കുറഞ്ഞ വിദ്യാഭ്യാസമേ ചിലപ്പോൾ കാണത്തുള്ളൂ. In most cases the pastors have less education than the believers. വിദ്യാഭ്യാസത്തിന്റെ തോത് കൊണ്ട് ആരെയും അളക്കരുത്. Do not measure the people according to their education. അവരുടെ മേൽ പകർന്ന ദൈവിക അഭിഷേകം, Oh, the anointing that is upon them. ദൈവം അവരെ നിയമിച്ചാക്കിയ ദൈവിക ശുശ്രൂഷ, Oh, the ministry that God appointed them for. അതിന്റെ മുൻപിൽ നാം ശിരസ ദൈവിക അധികാരത്തെ വന്ദനം ചെയ്യണം. Before that you must bow your head before God's authority. എബ്രായലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം 7-ാം വാക്യം 17-ാം വാക്യം. Hebrews chapter 13 verse 4, 7 and 17. Remember them that have the rule over you. നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. You must remember those who led them and follow their faith. നിങ്ങളെ നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. Submit yourself to those who are leading you, otherwise it is not good for you. നിങ്ങളെ നടത്തുന്നവരെ വന്ദനം ചെയ്യുവിൻ. Salute them that have rule over you. You must salute them, you must greet them, those who are over നിങ്ങളെ ഭരിക്കുന്നവരെ നിങ്ങളെ വന്ദനം ചെയ്യണം. മോശ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. Moses was a meek person. മോശയ്ക്കയുടെ മുകളിൽ കുതിര കയറാൻ കുറെ പേർ ശ്രമിച്ചു. Some people tried to get over Moses. ദൈവത്തോട് മത്സരിച്ചു. They rebelled against God. ഈ ജനത്തിന് എന്തിന്റെ കുറവുണ്ടായിട്ട്? What they really lacking in their life? ദൈവം അവർക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലിയതാ. You know the blessings God poured ദൈവം upon them. നടത്തിയ വിധങ്ങളെ അവർ ഓർത്തില്ല. They did not forget the way God made them. ദൈവം നൽകിയ സംരക്ഷണം അവർ തിരിച്ചറിഞ്ഞില്ല. They did not realize the protection God അവർ provided. വിചാരിച്ചു അവരുടെ സ്വന്തം ബലമത്രേ അത് നേടിക്കൊടുത്തതെന്ന്. They thought that it is because of their own strength they have all this. ദൈവം മോശ മുഖാന്തരം ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. This is what God told the people to do. അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലുതും ഭയങ്കരവുമായ മരുഭൂമിയിലൂടെ നിങ്ങളെ കൊണ്ടുവരികയും Oh, while God was leading you through the tremendous wilderness where the fiery serpents and തീക്കൽ പാറയിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിച്ചു തരികയും the one who gave you water out of the flint rock. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത മന്ന കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് എന്റെ കൈയുടെ ഈ ബലവും ശക്തിയും ഈ
കൊള്ളേണം. You must be very careful not to declare that it is my hand and against the God who fed you with the manna which their forefathers never knew. ഇന്നത്തെ ദൈവസഭയ്ക്ക് പറ്റിയ പ്രശ്നം എന്താ? What is the problem the Church of God is facing nowadays? Materialism has crept into the church. സഭയിൽ ഇന്ന് ഭൗതികത നുഴഞ്ഞു കയറി. ഭൗമികം കയറിക്കൂടി. അതുകൊണ്ട് ദൈവവചനം പഠിക്കാൻ പലർക്കും മനസ്സില്ല. Therefore nobody is willing to learn the word of God. ഈ ബൈബിൾ ക്ലാസ് വെച്ചാൽ എത്ര പേര് കൃത്യമായിട്ട് വരും? If you set up a Bible class in your church, how many people ദൈവവചനം പഠിക്കുവാൻ ഉള്ള ഉത്സാഹമില്ലാതെ പോയി. Oh, they don't have the energy to come and study the word of God. ഒരിക്കൽ സകലവും മറന്ന് ദൈവത്തെ ആരാധിച്ചവരുടെ ആരാധനയുടെ തീവ്രതയ്ക്ക് ഇന്ന് ശോഷണം വന്നില്ലേ? Oh, one time they were so fervent in worshiping God, but now they are frozen and they are cold in their spirituality. We have economic resources. നമുക്ക് ഇന്ന് സമ്പത്തിന് ഒരു കുറവുമില്ല. എന്നാൽ ദൈവസഭയ്ക്ക് പറ്റിയതെന്താ? But what happened to the churches of God? അമിതമായി ഭക്ഷിച്ച് അജീർണത ബാധിച്ചിട്ട് ശേഷിച്ച ഭാഗം ഇതാ തലമ വീണ്ടും പൂഴ്ത്തി വെക്കുകയാണ്. Oh, they became fat and eating the food and they keep the remainders for the coming generation. ഞങ്ങളുടെ പിതാക്കന്മാര് ദൈവത്തെ സേവിച്ചതിന്റെ ഫലമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് തങ്ങൾക്കായി മാത്രം ചരതിച്ചു വെക്കുകയാണ്. Yes, declare that it is because our forefathers served them, but they keep all these things for ഇന്ന് themselves. രാത്രി ദൈവത്തിന്റെ ആത്മാവ് മുഖം നോക്കാതെ വിരൽ ചൂണ്ടി നമ്മോട് സംസാരിക്കുകയാണ്. Tonight the Spirit of God is talking to you without any concern. ഈ കൺവെൻഷൻ ഒരു മടങ്ങി വരവിന്റെ യോഗമായി സമാപിക്കട്ടെ. Oh, let this convention be a turning back in you. ഇതൊരു എന്റർടൈൻമെന്റ് ആയി തീരാതിരിക്കട്ടെ. Not an entertainment. യഹോവയുടെ ശബ്ദം ചെവിയുള്ളവൻ കേൾക്കട്ടെ. Those who have the ear, let him listen the voice of God. ആദിമ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to the first. ആദിമ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി Let വരാം. us come back to the first prayer life. ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു. The children of God rebelled against God. ദൈവം മരുഭൂമിയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. God sent the fiery serpents. അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് അനേകർ മരണവക്രത്തിലായിരിക്കുകയാണ്. Many people were to the point of death because this fiery ജനം serpent. മോശയോട് നിലവിളിച്ചു. Oh, the children cried. മോശ ദൈവം മുമ്പാകെ പോയി വീണ് കിടന്ന് കരയുകയാണ്. Moses fell before God and crying. ദൈവം മോശയോട് പറഞ്ഞു, This is what God told Moses. നീ താമ്രം കൊണ്ട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഒരു കൊടിമരത്തിൽ അതിനെ ഉയർത്തുക. You must make a bronze serpent and lift it up on a pole. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മരുഭൂമിയിൽ ഉയർത്തിയ ബ്രൈസൺ സർപ്പൻ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ രക്ഷ പ്രാപിക്കൂ. Any person who is just looking into the brazen serpent that was lifted up in the wilderness will live. യേശു ഇപ്രകാരം പറഞ്ഞു. This is what Jesus declared. യോഹന്നാൻ 12:32. John chapter 12 verse 32. I will lift it up, I will draw all men unto me. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കലേക്ക് ആകർഷിക്കും. കാൽവരി ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ്. The cross is declaring the helplessness of the humanity. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മരണത്തിലേക്ക് കുപ്പകുത്തുകയാണ്. Oh, the one who received the fiery serpent's bite, they will keep on dying. പാപനിമിത്തം മരണത്തിലേക്ക് കുപ്പകുത്തുന്ന മനുഷ്യ, നിനക്ക് നോക്കി രക്ഷ പ്രാപിപ്പാനുള്ള ഏക ഇടം യേശുവിന്റെ ക്രൂശത്രേ. The man who commits sin and ends up in death, there is only one place where you can look. It is none other than the cross of Jesus. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേക
spiritual magnet of this world. ഈ ലോകത്തിന്റെ ഒരു ആത്മീയ കാന്തമാണ് ഈ കുരിശ്. ഏത് വ്യക്തിയെയും ആകർഷിക്കുവാൻ കഴിയുന്ന ആത്മീക കാന്തശക്തിയാണ് യേശുവിന്റെ കാൽവരിയിലെ ക്രൂശ്. Oh, the cross is a spiritual magnet which can attract any sinner. The cross of Jesus has power. യേശുവിന്റെ ക്രൂശിന് ശക്തിയുണ്ട്. 4th century. നാലാമത്തെ നൂറ്റാണ്ടില് സെയിന്റ് അഗസ്റ്റീനെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ക്രൂശിന് കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഔറേലിയസ് അഗസ്റ്റീനോസ് ജീവിതത്തിൽ ദുർവൃത്തനായ ഒരു മനുഷ്യനായിരുന്നു. Aurelius Augustinus was a wicked person, an evil എന്നാൽ person. അവനെ സെയിന്റ് അഗസ്റ്റീനാക്കി മാറ്റിയത് യേശുവിന്റെ ക്രൂശാണ്. But it is the cross that changed him into a saint. The cross of Calvary has changed John Wesley. ജോൺ വെസ്ലിയെ ഈ ക്രൂശ് രൂപാന്തരപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ അൽഡേഴ്സ് ഗേറ്റിൽ ഒരു ചെറിയ വീട്ടിൽ നടന്ന പ്രാർത്ഥനയാൽ അവന്റെ ഹൃദയത്തെ യേശുവിന്റെ ക്രൂശ് രൂപാന്തരപ്പെടുത്തി. The heart of John Wesley was changed in a little prayer meeting, a small prayer meeting in England. Hallelujah. ആ രൂപാന്തരം വന്ന ജോൺ വെസ്ലി ഇംഗ്ലണ്ടിന്റെ തെരുവുകളിലൂടെ ഇതാ ആയിരക്കണക്കിന് 10,000 മൈലുകൾ സുവിശേഷവുമായി യാത്ര ചെയ്തു. This John Wesley, who has been changed by this cross, was walking through the streets of England miles and miles, preaching the gospel. പാപത്തിൽ തലകുത്തിക്കിടന്ന ഇംഗ്ലണ്ടിനെ സുവിശേഷം കൊണ്ട് നിവരെ നിർത്തുവാൻ ദൈവം ഉപയോഗിച്ച കാലത്തിന്റെ യുഗപുരുഷനത്രേ ജോൺ വെസ്ലി. John Wesley was the great man God used to lift up England, who was bowing down in sin, so that England can stand straight. ആ പ്രതിഭാധനനെ രൂപാന്തരപ്പെടുത്തിയത് യേശുവിന്റെ ക്രൂശത്രേ. It is the cross of Christ that changed that great man. രാത്രി രൂപാന്തരത്തിന്റെ സാക്ഷ്യം പറയുവാൻ കഴിയുന്ന ഒരുപാട് ദൈവജനം ഇതിന്റെ മധ്യത്തിലുണ്ട്. I know that there are so many people who can testify about the change that happened because of the cross of Christ in your life. മുമ്പേ നാമം അത്ര നല്ലവരൊന്നുമല്ലായിരുന്നു. Before we were also not good people. മുമ്പേ നാം അനുസരണം കെട്ടവരായിരുന്നു. We were disobedient before. വഴിതെറ്റി നടക്കുന്നവരായിരുന്നു. We lost our way before. എന്നാൽ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ, മനുഷ്യപ്രീതി നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ When God's favorable അവൻ നമ്മെ രക്ഷിച്ചത് നമ്മുടെ നീതി പ്രവർത്തികളാലല്ല, He saved not because of our മരിച്ചവന്റെ കരുണാധിക്യ പ്രകാരമത്രേ നാം രക്ഷിക്കപ്പെട്ടത്. but because of His great mercy. നമുക്ക് രൂപാന്തരം വരുത്തിയ ദൈവത്തിന് കരങ്ങളെ അടിച്ച് മഹത്വം കൊടുക്കാം. Let us clap our hands and worship God who changed our life. Hallelujah. ഒരിക്കലൊരു യുവാവായ മനുഷ്യൻ സമയത്ത് One day, young man, ഞാനൊരു വാക്കുകൾ വേഗത്തിൽ അവസാനിക്കും. യുവാവായ ഒരു മനുഷ്യൻ a young man, ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നു. he began to stare at the form of a cross, യേശുവിന്റെ ക്രൂശിത രൂപം. the cross of Jesus Christ. എന്നിട്ട് അവന് ഒടുവിൽ ഇങ്ങനെ അവന്റെ അടുക്കൽ നിന്ന പാസ്റ്ററോട് പറഞ്ഞു, This is what he told the pastor standing nearby. I don't see what good it did the father that his son should die like that. ഇങ്ങനെ തന്റെ പുത്രനെ മരണത്തിന് വിധേയനാക്കിയ പിതാവിന് എന്ത് പ്രയോജനമുണ്ടായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ പാസ്റ്റർ അവനോട് പറഞ്ഞ മറുപടി ഇതാ. This is the way the pastor responded to him. It wasn't for the good of the father. താൻ പറഞ്ഞത് പിതാവിന്റെ ഇഷ്ടത്തിനല്ല, പിതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനല്ല ഇത് ചെയ്തത്. It was for the good of undone sinners. പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന പാപികൾക്ക് വേണ്ടി അവർക്ക് അതിന്റെ പ്രയോജനം. അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. It is for their good that Jesus Christ. അതിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു. Very clearly mentioned about that. പാപം എന്തെന്നറിയാത്തവൻ, the one who never knew sin, അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, so that he may
He became sin for us. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. One more thing. The cross has power to heal. ക്രൂശിന് രോഗശാന്തി വരുത്തുവാൻ ശക്തിയുണ്ട്. ഹലോ, Hallelujah. രാത്രി എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of you believe that? ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാനത് പറയാം. 5 more minutes, please. The cross has power to heal. സൗഖ്യമാക്കുവാൻ യേശുവിന്റെ ക്രൂശിന് ഒരിക്കൽ ഒരു കപ്പൽ ഓടിച്ചുകൊണ്ടൊരു കപ്പിത്താൻ ആ കപ്പൽ കടലിലൂടെ കൊണ്ടുപോവുകയാണ്. A captain was leading a ship through the sea. കപ്പിത്താന് അല്പം പ്രായം ചെന്ന വ്യക്തി. He was an older captain. തന്റെ വഴിമധ്യേയുള്ള യാത്രയിൽ പെട്ടെന്ന് ഈ കപ്പിത്താൻ അവിചാരിതമായി രോഗിയായി തീർന്നു. On the journey he became sick unexpectedly. അങ്ങനെ രോഗം വല്ലാണ്ട് മൂർച്ഛിച്ചു. And he became so serious. താൻ മരിക്കുമെന്നുള്ള നിലയെത്തി. He came to the point of death. അദ്ദേഹത്തെ ഒരു ക്യാബിനിലേക്ക് മാറ്റി. He was removed to a cabin. അവനെ പരിചരിക്കുവാൻ ഒരു ക്യാബിൻ ബോയിയെ നിയമിച്ചു. A cabin boy was assigned to treat him. ആ ക്യാബിൻ ബോയ് വന്ന് ഈ മരണക്കിടക്കയിലായിരിക്കുന്ന കപ്പിത്താന് വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്യും. And this boy began to serve the captain who is at the point of death. ഇടയ്ക്ക് കിട്ടുന്ന അല്പം ഒഴിവ് സമയം. When he get a little break in between. ആ സമയം അവന്റെ വല്യമ്മ കൊടുത്ത ഒരു ബൈബിൾ അവന്റെ കയ്യിലുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് ഈ കപ്പിത്താന്റെ മുമ്പിലുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്ന് അവൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കും. He had a Bible given by his grandma, and when he get a break, he will sit in front of the captain on the chair and read it. കപ്പിത്താൻ തന്റെ രോഗത്തിന്റെ മൂർധന്യതയിലും ഈ ക്യാബിൻ ബോയ് വായിക്കുന്ന ബൈബിൾ വായിക്കുന്ന പതിവ് ശ്രദ്ധിച്ചു. Even when this man was sick, he began to listen the way he was reading the Bible. ഒടുവിൽ കപ്പിത്താൻ ഒരു സമയം ആ ക്യാബിൻ ബോയിയോട് ഇങ്ങനെ ചോദിച്ചു. Finally the captain asked this boy, cabin boy, "Son, can you find something in that book that will help an old sinner who is soon to meet his maker?" വളരെ സമീപഭാവിയിൽ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ പോകുന്ന ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വചനം നിന്റെ ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഹലോ, Hallelujah. ഈ കപ്പിത്താൻ ആ ക്യാബിൻ ബോയോട് ചോദിച്ചത്, This captain asked the cabin boy, മോനെ, വളരെ വേഗം മരണം വഴി സൃഷ്ടികർത്താവിനെ അഭിമുഖമായി കാണുവാൻ പോകുന്ന ഒരു പഴയ പാപിയായ എനിക്ക് സഹായമായ വല്ലതും നീ വായിക്കുന്ന പുസ്തകത്തിലുണ്ടോ? Do you have anything about the Bible for an old sinner who is about to meet his creator face to face? ഉടനെ അവൻ തുറന്നു വായിച്ചത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-5 വാക്യങ്ങളായിരുന്നു. He opened the Bible, Isaiah chapter 53 verses 3 and 4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. He carried our നമ്മുടെ sickness. വേദനകളെ അവൻ ചുമന്നു. He bore our pain. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. We thought that God punished him. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും But he was bruised for our നമ്മുടെ sins. അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. And he was broken for our നമ്മുടെ transgressions. സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. The punishment that brought us sin was upon അവന്റെ him. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. By his stripes we are healed. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. Oh, let us praise God. Give all the glory to God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Glory to God. Hallelujah. ക്യാപ്റ്റൻ അത് വായിച്ച് കേട്ട മാത്രയിൽ ഇങ്ങനെ പറഞ്ഞു, As soon as the captain heard the word of God, Wait a minute. Wait a minute. what is the mission? വീണ്ടും വായിക്കാൻ പറഞ്ഞു. Continue അവൻ reading. വായിച്ചു. He continued reading Isaiah ഒടുവിൽ 53. പറഞ്ഞു നിർത്തിയതെങ്ങനെയാണ്? This is finally hit there. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. By his stripes we are healed. ക്യാപ്റ്റന് സന്ദേശം പിടികിട്ടി. Oh, the captain knew the message. അവന്റെ പാപത്തെ അവൻ കിടക്കയിൽ വെച്ച് യേശുവിനോട് ഏറ്റുപറഞ്ഞു. He confessed all his sins before Jesus. യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തിൽ അവൻ വിശ്വസിച്ചു. He believed in the healing that get വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ദൈവിക രോഗശാന്തി അവന്റെ മുഴുവൻ ആത്മത്വത്തിലേക്ക് വ്യാപരിച്ചു. all the power of God is healing us. Oh, delivered upon his body. അവൻ സൗഖ്യമുള്ളവനായി. He was healed. ഹല്ലേലൂയ.
രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് സ്വന്തമാക്കുവാൻ കഴിയും. Even tonight, if you believe in the healing through the cross, നീ you can see. വിശ്വസിക്കുക മാത്രം ചെയ്യുക. If you just believe, വിശ്വസിക്കുക മാത്രം ചെയ്യുക. if you just believe, ഏത് പഴയ വ്യാധിയെയും any old kind of sickness, ഏത് സങ്കീർണമായ രോഗത്തെയും any complex disease you have, എത്ര ഭയങ്കര രോഗത്തെയും or any kind of severe sickness, സൗഖ്യമാക്കുവാൻ കഴിയുന്ന അടിപ്പിണരേറ്റ കരം oh, the power that can heal by the Lord. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. Oh, tonight, even ആ കരത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. power of that hand is working upon us even tonight. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. Glory to God. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. Let me conclude my words here. ഒരു പൂർവ്വനാളുകളിൽ ജീവിച്ച ഒരു വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു. Yeah, an old person lived a long time An ago. ancient saint said, An ancient saint like this, said like this. all that he asked to save the world was a cross. ലോകത്തെ രക്ഷിക്കുവാൻ ആകപ്പാട് ദൈവം ചോദിച്ചത് ഒരേ ഒരു കാര്യം, ഒരു യേശു ചോദിച്ചു വാങ്ങിയത് ഒരു ക്രൂശ് മാത്രം. Jesus asked just for a cross. ഈ ക്രൂശിനെ ധ്യാനിച്ച ആ വൃദ്ധനായ ഭക്തൻ പറഞ്ഞതാണ്, Oh, this is what that old saint, the ancient saint. all that he asked to save the world was a cross. ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ദൈവം ചോദിച്ചത് ആകപ്പാട് ഒരേ ഒരു കുരിശ്. യേശു കർത്താവ് ചോദിച്ചു വാങ്ങിയതാണ് കാൽവരിയുടെ ക്രൂശ്. ഈ ക്രൂശ്, this cross was asked and the ചരിത്രത്തിലെ ഒരു ആകസ്മിക സംഭവമല്ല കാൽവരിയുടെ ക്രൂശ്. You know, the cross is not an accident in the history. മറിച്ച് നിത്യതയിലുള്ള ദൈവത്തിന്റെ നിത്യ നിർണയം ചരിത്രത്തിൽ നിറവേറേണ്ടിയിരുന്ന അനിവാര്യതയാണ് യേശുവിന്റെ കാൽവരിയുടെ ക്രൂശ്. It is the unavoidableness of the fulfillment of God's plan before the foundation of the world. നമ്മുടെ പ്രശംസ എന്നും ആ ക്രൂശായിരിക്കട്ടെ. We must always boast in നമ്മുടെ that പ്രസംഗ cross. വിഷയം എന്നും ആ ക്രൂശായിരിക്കട്ടെ. Our sermons must always be the cross. നമ്മുടെ പ്രമോദം ക്രൂശിന്റെ തണലായിരിക്കട്ടെ. Oh, our rejoicing is in the shadow. പ്രതീക്ഷയോടെ ആ ക്രൂശിനരികിലേക്ക് നമുക്ക് അടുത്തു വരാം. Oh, let us come to the cross with all the boldness. ഹല്ലേലൂയ. Amen. വിലയില്ലാത്തവനെ വിലയുള്ളവനാക്കി തീർക്കുന്ന ക്രൂശ്. This cross will make the unvaluable thing precious. ആരുമല്ലാത്തവനെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കുന്ന ക്രൂശ്. This cross will make receive all the inheritance of പാതാളത്തിന്റെ ആടുകളെ കാവന്റെ നല്ല ഇടയന്റെ കൈക്കീഴിലെ ജനമാക്കി തീർക്കുന്ന യേശുവിന്റെ ക്രൂശ്. This cross will make the sheep under the good shepherd, delivering them from the hell. രൂപാന്തരം വരുത്തുന്ന ക്രൂശ്. The cross that changes, ആരെയും ആകർഷിക്കുന്ന ക്രൂശ്. the cross which attracts any person. തകർച്ചകളെ പണിയുന്ന ക്രൂശ്. തകർച്ചകളെ പണിയുന്ന ക്രൂശ്. The one that rebuild all the destruction. എനിക്ക് മുന്നമേ സംസാരിച്ച യൗവനക്കാരൻ വിളിച്ചു പറഞ്ഞ സന്ദേശം അതാണ്. That was the message given by the young man today. ദൈവം തകർച്ചകളെ പണിയും. Oh, God will build the destruction. തകർച്ചയിലായിരിക്കുന്ന വ്യക്തിയെയും ഉയർത്തുവാൻ കഴിയുന്ന യേശുവിന്റെ ക്രൂശ്. The cross of Christ which can rebuild any person that was destroyed. ഏത് വ്യാധിയെയും ഗുണമാക്കുവാൻ കഴിയുന്ന യേശുവിന്റെ ക്രൂശ്. The cross of Christ which can heal any kind of sickness. ഇന്ന് രാത്രി എത്ര പേർ ആ ക്രൂശിനരികിലേക്ക് വരും? How many of you love that ഒരു സമർപ്പണത്തിനാണ്. to submit yourself ഒരു കർത്താവിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടേണ്ടത്. so that the work of God, തകർച്ച പണിയപ്പെടേണ്ടതിന്, so that our destruction may be ജീവിതത്തിൽ ഒരു വ്യത്യാസം വരേണ്ടതിന്, a change to be taken place, സൗഖ്യം വരേണ്ടതിന്, receive the healing, ശുദ്ധീകരണം വരേണ്ടതിന് receive the cleansing. രാത്രി എത്ര പേർ യേശുവിന്റെ ക്രൂശിനരികിലേക്ക് വരും? How many of you will approach the cross? എല്ലാവർക്കും ദൈവസന്നിധിയിൽ Let's all എഴുന്നേറ്റ് stand together. എല്ലാവരും Hallelujah.
Hallelujah. Hallelujah. Hallelujah. Hallelujah. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. Let's bow our heads for a നമ്മുടെ moment. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ